വെൽക്കം ടു മീഡിയ ഭാരത്. മീഡിയ ഭാരതിൻ്റെ ഒരു പുതിയ ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ചാറ്റ് വിത്ത് അധീന. പക്ഷേ അധീന എവിടെ ഇരിക്കുന്നത്? ചാറ്റ് ചെയ്യുന്നത് സജിത്ത്. ഹായ് അധീന. ഹലോ സജിത്ത് ഏട്ടാ. അധീനയ്ക്ക് ഈ മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? പ്രചോദനം അതെന്താന്ന് വെച്ചാ, ഞാൻ 7 വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. എന്റെ പ്രൊഫഷണലി ഞാൻ ടീച്ചറാണ്. പക്ഷെ ഇപ്പോ അല്ല. വൺസ് എ ടീച്ചർ, ലൈഫ് മുഴുവനായിട്ട് ഒരു ടീച്ചർ തന്നെ ആയിരിക്കും. അതിപ്പോ എവിടെ ആയാലും ടീച്ചർ ഒരു എല്ലാം അറിയുന്ന അറിവിന്റെ ഒരു കൂമ്പാരാണെന്നൊക്കെ ഒരു ചിന്ത ഉണ്ടെന്നുള്ള സത്യമാണ്. അങ്ങനെയൊന്നുമില്ല. ഞാനാണ് ഏറ്റവും അറിവുള്ള. അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയില്ല എന്ന് തന്നെ പറയാറുണ്ട്. ഇവിടേക്ക് എന്താന്ന് വെച്ചാൽ, എനിക്ക് RJ ആവാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു RJ ആവണം, ഈ ഒരു വോയിസ് മേഖലയിൽ എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ള ഒരു ആഗ്രഹം. ശബ്ദ മേഖലയിൽ ഇങ്ങനെ എത്തണം, എന്നെ ആൾക്കാർ അറിയണം. സ്ഥലം കണ്ണൂരാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് എനിക്കൊന്നും എവിടെയും ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാം. അതറിയാം. അപ്പൊ ഇപ്പൊ നല്ല മാറ്റില്ലേ? ഇടക്ക് എനക്ക് വരും. ഇപ്പൊ എനിക്കായി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത്, എറണാകുളത്ത് എത്തുന്നത്. അതും എനിക്കിവിടെ റേഡിയോയിൽ ആദ്യം എത്തി. റേഡിയോ ഭാരതിലൂടെ RJ മോഹൻ അങ്ങനെ പൂവണിഞ്ഞു. അങ്ങനെ ശബ്ദമൊക്കെ ലോകം അറിയപ്പെടാൻ, ലോകം കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഫെഫ്കയുടെ ഒരു ഓഡിഷൻ ഉണ്ടായി. അപ്പൊ കോഴിക്കോട് വന്നു. പിന്നെ ഞങ്ങളുടെ സ്വന്തം സജിത്തേട്ടൻ. അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞല്ല, എത്തിയ മേഖല ഇത് പറയാണ്. പക്ഷേ ഓക്കെ, ഞാൻ പറയാം. ഞാൻ ആ വന്ന വഴി പറയാം. അങ്ങനെ ഫെഫ്കയുടെ ഓഡിഷൻ കോഴിക്കോട് നടന്നു. അപ്പൊ അവിടെ സെലക്റ്റഡ് ആയി. പിന്നെ ഫൈനൽ ഓഡിഷൻ ഇവിടെ എറണാകുളത്ത് വെച്ച് ടീം മീഡിയയിൽ വെച്ചുണ്ടായി. അങ്ങനെ അവിടെയും വന്നു. അവിടെ ഒന്നും ഓക്കെ ആയി, പാസ് ഔട്ടായി, സെലക്റ്റഡ് ആയി. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ സജിത്തേട്ടനെ വിളിച്ചു. സജിത്തേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ തുല്യ, എൻ്റെ പിതൃതുല്യനാണ് സജിത്തേട്ടൻ. അപ്പൊ സജിത്തേട്ടനെ ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടുന്ന് എനിക്ക് ഇനി ടീച്ചിങ് ഫീൽഡ് എനിക്ക് സെറ്റ് ആവില്ല എന്ന് എനിക്ക് തോന്നി. മടുപ്പുണ്ടായിട്ടോ അങ്ങനെയൊന്നല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കളെ ടീച്ചറെ വിളി കേൾക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എൻ്റെ തലയിലോട്ട് ഇത് കയറിയല്ലോ. പിന്നെ ചുറ്റും കാണുന്നതൊക്കെയും ഈ ഒരു മേഖല മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ സജിത്തേട്ടനെ ഒരു ദിവസം വിളിച്ചു. സജിത്തേട്ടാ, ഞാൻ അവിടേക്ക് വന്നാൽ എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ ചോദിച്ചു. അപ്പൊ സജിത്തേട്ടൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, മോളെ നീ ഇങ്ങോട്ടേക്ക് വന്ന അടുത്ത ദിവസം മുതൽ എനിക്കിവിടെ ജോലി സെറ്റാണ്. ആ ഒരു വാക്കിന്റെ പിൻബലത്തിലാണ് ഞാൻ ഇവിടെ എത്തിയത്. അതും എന്റെ ഫാമിലിയുടെ കട്ട സപ്പോർട്ട്. എന്റെ ഹസ്ബൻഡ് ആയാലും മോളായാലും അവരുടെ ആ പൂർണ്ണ പിന്തുണ, പിന്നെ അച്ഛനായാലും ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കില്ല. പിറ്റേ ദിവസം ഇവിടെ എത്തി. ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങി. ചെയ്തൊരു വലിയൊരു ഉപകാരവും ചതിയുണ്ട്. രണ്ടും കൂടെ പറയണല്ലോ. എന്താ അറിയോ, ഒന്നാമത് ഒരു സംഘടനയും ഇങ്ങനെ ഒരു ഓഡിഷൻ നടത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ, നമുക്ക് ലിമിറ്റഡ് പടങ്ങളേ ഉള്ളൂ. നമുക്ക് വരുന്ന ഒരു വർഷം വരുന്ന പടങ്ങൾ എത്രയേ ഉള്ളൂ. ഇവിടെ ഓൾറെഡി എറണാകുളത്ത് 100-200 മെമ്പേഴ്സ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. തിരുവനന്തപുരത്തുണ്ട് 100-200 മെമ്പേഴ്സ്. അതിലൊരു 40 പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. 40-60 പേര് സിനിമയൊക്കെ ആയിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടാവും. തിരുവനന്തപുരത്തും അതാണ് അവസ്ഥ. അപ്പം ഈ സമയത്താണ് ഒരു ഓൾ കേരള അടിസ്ഥാനത്തിൽ ഒരു ഓഡിഷൻ വെക്കുന്നത്. ഇന്ന് വരെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണഗതിയിൽ ഞാൻ എത്രയോ വർഷം നമ്മുടെ സംഘടനയെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ സംഘടനയുള്ള അംഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് വർക്ക് കൊടുക്കുക. കാരണം അവർ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതാണ്, ഈ മേഖലയിലേക്ക് തിരഞ്ഞെടുത്ത് വന്നതാണ്. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് ജോലി കൊടുക്കുക. എങ്ങനെ ജോലി കൊടുക്കാൻ പറ്റും? ഒരിക്കലും സംഘടന ആർക്കും ജോലി കൊടുക്കുന്നില്ല. ഒരു സംഘടനയും ജോലി കൊടുക്കുന്നില്ല. സുരക്ഷിതത്വം, നമുക്കുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു സുരക്ഷിതത്വം, നമുക്ക് ഇടപെടാൻ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ, നമുക്കൊരു പ്രശ്നം ഡീൽ ചെയ്യാൻ നമുക്കൊരു സംഘടന വരിക എന്നുള്ളതേ ഉള്ളതിനകത്ത്. അപ്പോൾ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ വെച്ചിട്ട് ഒരു 10-500 പേരെ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് ഒരു ഫൈനലായിട്ട് കുറേ പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ അവസ്ഥ? കുറേ ആൾക്കാർക്ക് അവരുടെ മനസ്സിലേക്ക് ഈ സിനിമാ ഭ്രമം, ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകണം എന്നുള്ള ഭ്രമം കുത്തിവെച്ച് അവരെ മനസ്സിൽ ആശകളുമായിട്ട്
ഇപ്പം റോഡിൽ അലയുകയാണ്. ഇപ്പം ഒരു ദിവസം വിളിക്കുന്ന ആൾക്കാർ എത്ര എന്നാ വിചാരിച്ച് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? വോയിസ് ടെസ്റ്റിന് വന്നോട്ടെ, വോയിസ് ടെസ്റ്റ് വന്ന് ഓക്കെ അവര് ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ അവര് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ഞങ്ങൾ വർക്ക് തരില്ല, അതവര് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ എങ്ങനെയാണ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ എവിടെല്ലാം ഉണ്ട് ആൾക്കാർ. അപ്പം നമ്മുടെ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പം ഓൾറെഡി ഇപ്പം നിങ്ങളൊക്കെ ഇപ്പം അധീന പുറത്ത് നിൽക്കുന്നു, അധീന ഈ വോയിസ് ടെസ്റ്റിന് വരുന്നില്ലെങ്കിൽ അധീന അറിയപ്പെടുന്നില്ല, അധീന പുറത്ത് നിൽക്കുന്നു, അധീന ടീച്ചറായിട്ടോ ആർജിയായിട്ടോ എങ്ങനെയോ പോകുന്നു. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വർക്കുണ്ട്. പക്ഷേ അധീനെ പോലെ ഒരു 100-300 ആളും കൂടെ ഈ 40-80 പേര് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. അപ്പം നിങ്ങളെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ചോക്കെ. ഇപ്പം നമ്മളിപ്പം ഒരാളുടെ അവസരമാണ് നഷ്ടം. അമേരിക്കക്കാർ തീരുവ കൂട്ടിയ പോലെ പിഴച്ചുങ്കം ചുമത്തിയ പോലെ അവസ്ഥയായി. നമുക്ക് അവരെ വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നില്ലേ? അങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വരുന്നവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നേ ഉള്ളൂ. അപ്പം അതിൽപ്പെട്ട ഒരാളാണ് അധീന. ശരിക്കും പറഞ്ഞാൽ അധീന അന്ന് ഇവിടെ ടീം സ്റ്റുഡിയോ വന്ന് പോകുന്ന സമയത്തും എന്നോട് സംസാരിച്ചിട്ടാണ് പോയത്. അപ്പോഴും ഞാനിത് പറയാമെന്ന് എൻ്റെ അടുത്ത് അപ്പോഴും ഞാൻ അന്നേരം അതിനോട് സംസാരിക്കുന്ന തൊട്ട് മുമ്പേ ബൈജു കൊട്ടാരക്കരയുടെ ഒരു ഇന്റർവ്യൂ ഇതിനെപ്പറ്റിയുള്ളൊരു കോൺട്രവേഴ്സി കണ്ടുകൊണ്ടിരിക്കുക ഞാൻ. പക്ഷെ അത് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിന് വിഷമമായിട്ടാണ് ഞാൻ പറയാതെ. ഇതൊരു എത്രയോ പൈസ വെട്ടിക്കാനുള്ളൊരു തന്ത്രമാണ് ഇത്. സംഘടനയിൽ ഫണ്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പേര്. അപ്പം 50,000 അല്ലേ ഫീസ്? 50,000 വെച്ച് 500 പേര് എത്രയായി പൈസ? എത്ര കോടിയായി? അത്രയും ഒരു ഫണ്ട് പെട്ടെന്ന് സംഘടനയ്ക്ക് വരികയാണ്. പിന്നെല്ലാം നിങ്ങൾ മാസം അല്ലെങ്കിൽ വർഷം അതിൻ്റെ സബ്സ്ക്രിപ്ഷനൊക്കെ കെട്ടി നിങ്ങൾ സംഘടനയെ തീറ്റിപ്പോറ്റാൻ വേണ്ടി കുറേ പേരെ എടുത്തു എന്നേ ഉള്ളൂ. ഇവർക്ക് എങ്ങനെ ജോലി കൊടുക്കും? ഇവരെങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? അല്ലെങ്കിൽ ഇത്ര പേരെ എന്നിട്ട് കുറേ പേര് ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ക്രൗഡിലൊക്കെ ആയിട്ട് ഇട്ടിട്ട് കുറേ പേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം എന്താ, ക്രൗഡിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ വർക്കില്ല, അവർ വന്നു. അല്ല, ഇത് പറയല്ല, അങ്ങനെയാണ് അതിനെ എത്തിപ്പെട്ടത്. അതിലൊരാളാണ്. ഇപ്പം കോട്ടയത്തുനിന്നും അവിടെ നിന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പം നമുക്ക് ഞാൻ പറയാം, കണ്ണൂരിൽ നിന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു വർക്ക് വരുമ്പം പെട്ടെന്നൊരു മാറ്റി ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ഥലം നമുക്ക് എപ്പോഴും ബേസ് നമുക്ക് കോഴിക്കോട്ടോട്ട് വന്നിട്ടില്ല. കോഴിക്കോട് ശരിക്കും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാ മേഖലയിലും കോഴിക്കോട് കലാപരമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരുള്ള മലബാർ മേഖല. പക്ഷെ അവിടെ സിനിമ സീരിയലിൻ്റെ ഒരു ഇത് വന്നിട്ടില്ല, ഒരു വേരുറപ്പിച്ചിട്ടില്ല. അതിപ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്തുമായിട്ടാണ്. സിനിമ മോസ്റ്റ്ലി എറണാകുളം തന്നെയാണ്. സീരിയൽ ഏറ്റവും കൂടുതൽ സീരിയൽ 10-40ഓളം സീരിയൽ തിരുവനന്തപുരത്ത് ചെയ്യുന്നുണ്ടെങ്കിലും വിരലെണ്ണാവുന്ന 5-6 സീരിയലേ ഇവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ബാലൻസ് ചെയ്ത് പോകുന്നത്. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വാതിലായിരുന്നു, ഒരു എൻട്രൻസ് ആയിരുന്നു. അത് എല്ലാവർക്കും പലർക്കും പല സ്ഥലത്തും ഇത് ഒരു വാതിലായിട്ട് വന്നിട്ടുണ്ടാവാം. അല്ല വരട്ടെ. എന്നാലും അധീനയ്ക്ക് അതിനൊരു കോട്ടം വന്നിട്ടില്ല. അതിന് വന്നു RJ ആയിട്ടുള്ള ഇതിൽ ശോഭിച്ചു. ആദ്യം തന്നെ നിസാർ അത് പൊതുവേ നമ്മുടെ ഈ ചാനലിനൊരു BJP ചൊവ്വയോട്ടോ എന്നൊക്കെ പറയുന്ന ഒരു സമയത്താണ് നമ്മളിപ്പം നിൽക്കുന്നത്. അതിന്റെ ഒരു വിശദീകരണം പോലെ പറയണമല്ലോ. അങ്ങനെ ഒരു ചായവും നമുക്കില്ല. അതിനൊക്കെ അറിയാലോ. അതിനിടെ രാഷ്ട്രീയം ഏതാന്ന് പോലും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. എനിക്ക് അറിയേണ്ട കാര്യവുമില്ല. കാരണം അത് ഓരോരുത്തരെ പേഴ്സണൽ ഇതാണ്. എനിക്ക് എൻ്റെ രാഷ്ട്രീയമുണ്ട്, എൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയമുണ്ട്. എൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാ കക്ഷികളെയും വിമർശിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഒരു രാഷ്ട്രീയത്തിന് ചായ്വ് നിന്നുകൊണ്ട് അവരുടെ ഒരു അടിമയായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളായി മാറരുത്. നമ്മളെപ്പോഴും ഒരു മോഡറേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് എവിടെ ഏത് ഭാഗത്ത് ന്യായമുണ്ടോ അവരുടെ ഒപ്പം നിൽക്കുക. അപ്പോൾ ആ ന്യായമുള്ള ആൾക്കാർ ജയിച്ചാൽ നമ്മുടെ സമൂഹത്തിന് നല്ലതല്ലേ ഉണ്ടാവും. ചില ചാനലിലൊക്കെ നോക്കുമ്പോൾ പേരൊക്കെ റിപ്പോർട്ടർ എന്നാണെങ്കിലും അവർ ചെയ്യുന്നത് മൊത്തം ഒരു ഇടതുപക്ഷ ചായ്വിലാണ് പോകുന്നത്. ഇപ്പുറത്ത് മറ്റുള്ള ആൾക്കാരും ഉണ്ട്, അപ്പുറത്ത് മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ പേര് ആൾക്കാരെ ഇരുത്തിയിട്ട് ഈ കാണുന്നവർക്ക് കൗതുകം കൂട്ടാനും അവരുടെ റേറ്റിംഗ് കൂട്ടാനുമായിട്ടുള്ള വേദി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു RSS ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയും ഒരു കോൺഗ്രസിൻ്റെ ആളെയും ഒക്കെ വെച്ചിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ഒരു ചെറിയ നിസ്സാര കാര്യം കേൾക്കുമ്പോഴേ നമുക്ക് ടെൻഷൻ വരുമ്പം ഈ പ്രധാനമന്ത്രിയുടെ ഒക്കെ അവസ്ഥ മുഖ്യമന്ത്രിയുടെ അവസ്ഥ ആലോചിച്ചോട്ടെ. മുഖ്യമന്ത്രിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാൻ കാരണം മൊത്തം പ്രശ്നം, കുടുംബപരമായിട്ടും പ്രശ്നം, അതും എക്സാലോജിക്ക്, അത് ഇത് ലാവ്ലിൻ, ഇത്രയും ടെൻഷനും കൊണ്ട് ഈ മനുഷ്യനിരുന്ന് ശരിക്കും അവരെ സമ്മതിക്കണം. അതുകൊണ്ടായിരിക്കും കടക്കട പുറത്തുനിന്നൊക്കെ പറയേണ്ടി വരുന്നത്. അങ്ങനെയൊക്കെ അവസ്ഥയിലായിരിക്കും. പക്ഷെ ഈ മേഖല നല്ലതൊക്കെയാണ്. പക്ഷെ മേഖലയിൽ ഞാൻ പറഞ്ഞില്ല, ഇതുപോലുള്ള കുറേ ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ള. കഴിഞ്ഞ ദിവസം
ഒരു ഇന്റർവ്യൂ ഒരു വിവാദമായിട്ടുണ്ടെന്ന് തോന്നുന്നു സിസ്റ്റർ ജസ്മിയുടെ അത്രയും മില്യൺ വ്യൂസ് ഒക്കെ കിട്ടി, അങ്ങനെ ഒരുപാട് ഇന്ററാക്ഷൻസും. അപ്പൊ മോസ്റ്റ് ലൈക്ഡ് വീഡിയോ എന്നുള്ള ഒരു ഗണത്തിൽ തന്നെ അത് സിസ്റ്റർ എത്രയോ വളരെ സ്വന്തം മോളെ പോലെയാണ് അങ്ങനെയാ കാണുന്നത് സിസ്റ്റർ ജസ്മി. അത്രയും മോളെ പോലെ കണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ അന്ന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഫ്ലാറ്റിൽ പോയപ്പോഴും നമ്മളോടുള്ള ആ ഒരു സമീപനം അങ്ങനെയായിരുന്നു. അന്ന് നമുക്ക് വേണ്ടി വെച്ച ചായപാത്രം പോലും വെള്ളം മുഴുവൻ കരിഞ്ഞു പോയി അവസ്ഥ, പാത്രം ഉരുകുന്ന അവസ്ഥയില് അത്രയ്ക്കും നല്ലൊരു മനസ്സുള്ള ഞാൻ കണ്ട. എനിക്ക് എന്തോ ആയിക്കോട്ടെ, അവരുടെ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. അത്രയും ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ പറഞ്ഞ ഒരു കോട്ടിങ് ഒരു സംഭവം എടുത്തിട്ട് ഇങ്ങനെ ചില സിസ്റ്റർമാർ ഇങ്ങനെ ആളെ മതം മാറ്റാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വിഷയം എടുത്തിട്ട് ഇപ്പൊ നടന്ന പിന്നെ കമ്പയർ ചെയ്തുകൊണ്ടൊരു വീഡിയോ അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു വീഡിയോ വൈറലാക്കി എന്നുള്ളത്. അതിനകത്ത് ഒരു ഇതില് ചോദ്യത്തില് ഇത് വരുന്നുണ്ട്, അധീനയുടെ ഫേസ് കൂടി വരുന്നുണ്ട്. അപ്പൊ എന്നോട് സിസ്റ്റർ പറഞ്ഞു, മോളെ എന്റെ കൂടെ മോളും വൈറലാവുകയാണല്ലോ. അതെ, പക്ഷെ അതാണ് ഈ ഫീൽഡ് എന്ന് പറയുന്നത്. പക്ഷെ സിസ്റ്റർ വിളിച്ചു, അന്നൊരു ദിവസം എന്നെ വിളിച്ചു. ഈ സംഭവം കഴിഞ്ഞ് ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്നെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, കോൾ എടുത്ത് എന്നോട് ചോദിച്ചത്, മോളെ സിസ്റ്റർ ജസ്മിയാണ്, മോളും ഞങ്ങളെ പറ്റിക്കുമായിരുന്നു. എനിക്കത് കേട്ടപ്പോ ഭയങ്കര സങ്കടം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തേ സിസ്റ്ററെ അങ്ങനെ പറയാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലുള്ള ആ ഒരു കട്ട്, അതിന് ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് ആ ഒരു റീലിനെ അവർ മഠം എന്നുള്ളതിനെ മതം എന്ന് മാറ്റി. അതാണ് അവർ ചെയ്തത്. അപ്പൊ അതിന് അത്രയും വ്യൂസ് അവർക്ക് കിട്ടി എന്നുള്ളതാണ്. അതപ്പോ അത് മനസ്സിലാക്കണം. അപ്പൊ എങ്ങനെ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സത്യസന്ധമായി ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർ വളച്ചൊടിക്കും. കാരണം ഈ സിസ്റ്റർ കന്യാസ്ത്രീകൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. അവർക്ക് ഇങ്ങനെ ഒരു തിക്താനുഭവം അവിടെ വെച്ച് ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതവർ ഓപ്പൺ ആയിട്ട് റിവീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. പക്ഷെ അവരെ ആ ഒരു കന്യാസ്ത്രീകൾ ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്റർവ്യൂ ആയിട്ട് നമ്മൾ അവിടെ ചെല്ലുന്നത്. അതെ, 11 വർഷം അല്ല 16 വർഷം മുൻപ് നടന്ന ആ ഒരു ഇൻസിഡന്റിനെ ഇപ്പോഴും ആൾക്കാർ ഓർത്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്നോട് ചോദിച്ചു, അന്ന് രാവിലെ തൃശ്ശൂർക്ക് പോകാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്ന ആ ഒരു സമയത്ത്, മോളെ നിങ്ങൾ പറയുന്നത് സത്യം തന്നെയല്ലേ? ഈ 16 വർഷം മുൻപ് നടന്ന ആ ഒരു കാര്യത്തെ ഇപ്പോഴും നിങ്ങളൊക്കെ ഓർത്ത് വെക്കുന്നുണ്ടോ? ആദ്യമായിട്ട് നമ്മളാണ് വീഡിയോ ക്യാമറയും ചില അങ്ങനെ വരാറുള്ളൂ. പക്ഷെ ഇത്രയും സംഭവങ്ങളൊക്കെ എടുത്തോണ്ട്. പക്ഷെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ, അങ്ങനെ ആ ഒരു വ്യക്തിനെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് എന്നുള്ള യാതൊരു തലക്കാനോ ഒന്നും ഉണ്ടായിട്ടില്ല. താഴേക്ക് നമ്മുടെ കൂടെ വന്നു, നമ്മുടെ സാധനം എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. എടുത്തു, അതെടുത്ത് ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ അവർ അത്രയും അവർക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ട് കണ്ടതുകൊണ്ടല്ലോ. വീട്ടിൽ എന്റെ വൈഫിനോട് പറഞ്ഞു, ഇത്രയും ഒരു പ്രണയിക്കുന്ന ഒരു സ്ത്രീ, കർത്താവിനെ പ്രണയിക്കുന്ന ഒരു സ്ത്രീ, ഞാൻ പ്രണയിക്കണം കർത്താവ്. ഞാൻ വൈഫിനോട് പറഞ്ഞു, എന്റെ വൈഫ് ക്രിസ്ത്യാനല്ലോ, ഞാൻ പറഞ്ഞു പ്രണയിക്കുക, കർത്താവിനെ പ്രണയിക്കണം എന്നാ പറഞ്ഞത്. അപ്പം ഒരു മധ്യവർത്തിയും ആവശ്യമില്ല, ഒരു പള്ളിയിലും പോണ്ട, എവിടെയും പോണ്ട, കർത്താവിനെ പ്രണയിക്കുക, സ്നേഹിക്കുക, ഈശ്വരനെ സ്നേഹിക്കുക, അല്ലേ? അതെ, അതാണ് വേണ്ടത്. അതേപോലെ കർത്താവിനെ പ്രണയിക്കുക എന്ന് പറയുമ്പോ നമ്മുടെ ആരാണ്, ദയാവായി ദയാവായിക്കും അങ്ങനെയാണല്ലോ. വന്നപ്പോ തന്നെ നമ്മുടെ ചോദിച്ചത്. പിന്നെ അങ്ങോട്ട് പറയുമ്പോഴത്തെ തീവ്രത കയറി വന്നു. പിണറായി വിജയനെ ശക്തമായിട്ടല്ലേ എതിർത്തത്. പക്ഷെ അതിൽ രാഷ്ട്രീയമല്ല, അവരുടെ അവർക്ക് അത് പറയണം എന്നുള്ളതുകൊണ്ട് ഓപ്പണായിട്ട് പറഞ്ഞു എന്നുള്ളത്. അത് അങ്ങനെ തന്നെ നമ്മൾ ഇതും ചെയ്തില്ല, അതൊന്നും നമുക്കില്ല. അപ്പം നല്ലത് ശരിക്കുള്ളത് പറഞ്ഞാൽ ശരിക്കും മൈത്രേയന്റെ പറയുകയാണെങ്കിലും, ശരിക്കും മൈത്രേന്റെ ആദ്യത്തെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ എനിക്ക് മൈത്രേനോട് ഒട്ടും എനിക്കിഷ്ടമുണ്ടായിട്ടില്ല. കാരണം ആദ്യമായിട്ട് ആ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് അവസരം കിട്ടിയത് എനിക്കാ. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ മൈത്രേനെ ഇന്റർവ്യൂ ചെയ്യില്ല അങ്ങനെ പറഞ്ഞതാ. പക്ഷെ അതിനുശേഷം പിന്നെ ഞാൻ മൈത്രേയന്റെ ഇന്റർവ്യൂകളിലൂടെ ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നി സൈത്തേട്ടാ. അന്ന് ഞാനൊരു അവസരം മിസ്സാക്കി ഇന്റർവ്യൂ ഞാൻ പറയാൻ കാരണം എനിക്കത് ഒരു കുറ്റബോധം ഉണ്ടെന്നുള്ളത് എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. കാരണം അന്നത്തെ ഒരാളുടെ മുഖം നമുക്ക് കാണാമല്ലോ, നമ്മളൊക്കെ ഒന്നിച്ച് പോയതല്ലേ അന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മൈത്രേന്റെ ഇന്റർവ്യൂ വേറെ എടുക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം അത് വളരെ മനോഹരമായിട്ട് അയാൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പ്രണയം അത് കൃത്യമായിട്ട് ഒരു തടസ്സവും ഇല്ലാതെ അത് മുഴുവൻ ഇന്റർഫിയറൻസ് ആണല്ലോ കൂടി. നമ്മൾ ചോദ്യങ്ങൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമ്മുടെ ഒരാശയം മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതിന് മുമ്പ് കയറി ഇടപെട്ട്
അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ അത് മിണ്ടാതിരുന്നതിന് മൂളിക്കൊണ്ടിരിക്കാൻ ഒരു ആർജെ വേണമെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഒക്കെ അടിയിൽ വന്നിട്ടുണ്ടല്ലേ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അയാളുടെ ആശയം മുഴുവൻ പറയാനുള്ള അവസ്ഥ. പക്ഷെ ആ ഒരു കമന്റിനപ്പുറം ഒരുപാട് നല്ല കമന്റ്സ് വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി എനിക്ക് പ്രൗഡ് ഫീൽ ചെയ്തു. അതെ, അതിനുശേഷം ആ ഇന്റർവ്യൂവിന് എല്ലാ ഇന്റർവ്യൂവും ഞാൻ കാണാറുള്ളതാണെങ്കിൽ ആ ഇന്റർവ്യൂവിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിലും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എൻ്റെ മോനെ ഞാനാണ് കൊണ്ടുവിടാറ്, ഞാനാണ് തിരിച്ചു കൊണ്ടുവരാറ്, ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തി പോകുന്നത്. അതൊക്കെ ഇപ്പം നിർത്തി. ഒറ്റയ്ക്ക് വാ, റോഡ് ക്രോസ് ചെയ്ത് വാ. അപ്പം പറഞ്ഞ കുട്ടികളായാൽ മൂക്കും പത്തി വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊങ്ങുമെന്ന് പറയുന്നതല്ല. ശരിക്ക് അവർ വെള്ളത്തിലോട്ട് എറിച്ചാൽ അവർ താനെ നീന്തി വരും. അവരെ രക്ഷിക്കുക, അവരെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം നമ്മൾ സഹായിക്കാൻ പോകാവൂ. അല്ലാതെ അവരെ ചെയ്യാൻ അനുവദിക്കാതെ നമ്മൾ തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ അവിടെ ഒറ്റയ്ക്ക് വരാറുണ്ട്. റോഡ് ക്രോസ് ചെയ്ത് വരും, വണ്ടികൾ വരുമ്പോൾ കൈ കാണിക്കും, സ്റ്റോപ്പ് കാണിക്കും, എന്നിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് വരും. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഏത് വണ്ടി ഒന്ന് തട്ടുക പിടിക്കുക എന്നൊക്കെ ചെയ്തെന്നിരിക്കാം. ജീവിതത്തിൽ എല്ലാവർക്കും നമുക്കും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴേ അത് ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും നോക്കിയിട്ട് കയറിയിട്ട് കൈ കാണിച്ചിട്ട് പോവുക, നിർത്തിയാലേ പോകാവുള്ളൂ. എല്ലാം ഇവിടെ വരുന്നവന്മാർക്കെല്ലാം വായു ഗുളിക വാങ്ങാനുള്ള തിരക്കിട്ട് പോകുന്ന ആൾക്കാരാണ്. ഒരാൾ നിർത്തിയാലേ അപ്പുറത്തോട് മറ്റവൻ കയറി വരും. ഇപ്പം ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ, സംസ്കാരം എന്ന് പറഞ്ഞാൽ, ഡ്രൈവിംഗ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലായി. ഒരിക്കലും നമ്മൾ പോകുമ്പോൾ സൈഡിൽ നിന്ന്, ഇപ്പം ഞാനിപ്പോൾ ഈ മെട്രോ വർക്ക് നടക്കുകയാണല്ലോ, ഒരു വണ്ടി പോകുമ്പം ഒരു സബ് റോഡ് എന്ന് പറഞ്ഞ ഒരു വണ്ടി വരികയാണെങ്കിൽ ഞാൻ അവരോട് പോകാൻ പറയും. അവിടെ നമുക്ക് ഒരു നഷ്ടമില്ല. ഒരു 6 അടി, ഒരു 6 മീറ്റർ അത്ര ഒരു വണ്ടിയുടെ ആ നീട്ടത്തിന്റെ ഡിസ്റ്റൻസിന്റെ വ്യത്യാസം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. സമ്മതിക്കില്ല. ഒരു വണ്ടിയുടെ പുറകെ കൊണ്ട് ഇങ്ങനെ ചേർത്ത് നിർത്തും. നമുക്ക് അങ്ങോട്ട് കടക്കാൻ, ഇവൻ കടന്നിട്ടുണ്ടെങ്കിൽ കൂടുന്ന അറിയും ഇപ്പോഴത്തെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവായി കിട്ടും. എന്നാലും അവിടെ ഇങ്ങോട്ട് വണ്ടിക്ക് കയറാൻ പറ്റും എന്നുള്ള ചിന്തിക്കില്ല. അങ്ങനത്തെ ഒരു കൾച്ചറാണ്. ഇപ്പൊ പറഞ്ഞതങ്ങ് മാറിപ്പോയി. മൈത്രേന്റെ നിലപാടുകളോട് ആൾക്കാർക്ക് എതിർപ്പായിരുന്നു. അപ്പം ഇന്ന് മൈത്രേന്റെ വ്യൂവർഷിപ്പ് തന്നെ നമുക്ക് നോക്കി അറിയാം. ഇന്ന് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞത് തന്നെയാണെങ്കിൽ പോലും അതിന്റെ അവതരണത്തിന്റെ ശൈലിയെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നതുകൊണ്ടും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രിപ്ഷനെക്കാട്ടിലും 10 ഇരട്ടി ആൾക്കാർ അത് കാണുന്നു എന്നുള്ളത് നമുക്കത് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മൈത്രേന്റെ എല്ലാം, നിസാർ ഇൽത്തുമിഷിന്റെ തന്നെ തുടക്കത്തിലെ അയാളൊരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും ഹിന്ദു റിച്വൽസിനെ പറ്റി ആധികാരികമായിട്ട് സംസാരിച്ചതും അത് എന്താണെന്ന് ഇവർ പറയും. ഇതിൽ കയറി വന്നിരുന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ കയറി നോക്കിയതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അയാളുടെ മുസ്ലിം വിഭാഗത്തിലുള്ള റിച്വൽസിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പം അത്ര സ്വീകാര്യത കിട്ടുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, എൻ്റെ കാഴ്ചപ്പാടാണ്, അത് ശരിയായിക്കൊള്ളുന്നില്ല. പക്ഷേ പോരായ്മകളുണ്ട് എൻ്റെ കാഴ്ചപ്പാടിന്, അതും പറയാതെ തന്നെ. ഏത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയായിട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല. അവർ തരുന്ന ക്യാപ്സൂൾ മാത്രം കഴിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കരുത്. നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊരു അഭിപ്രായം പറയാൻ, നമുക്കൊരു തെറ്റ് കാണിച്ചു തന്ന രാജാവ് നഗ്നനാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്ക് സ്വയം വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വിമർശിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷേ എവിടെയാണ് ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ആരും ഉണ്ടാവില്ല. അതാണ്. അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നം വരില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ വിമർശിക്കാതെ അടിമകളെ പോലെ നമ്മൾ പറയുന്നത്. പിന്നെ കേരളത്തിലെ CPM-ന്റെ ഒരു ഇതെന്ന്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇതെന്ന് വെച്ചാൽ അടിത്തറ ശക്തമാണ് അവരുടെ. കാരണം ബേസ്മെൻ്റ് ആണല്ലോ എപ്പോഴും. നമുക്ക് ഓരോ വീട്ടിലെയും ഒരംഗത്തിനെങ്കിലും അവർക്ക് വേണ്ട ഒരു ജോലിയോ അല്ലെങ്കിൽ വീട്ടിലെ പല കാര്യങ്ങളോ നമുക്കൊരു പ്രശ്നം വന്നാലൊക്കെ നേരിടുന്നൊക്കെ അവരുടെ ഒരു മെത്തേഡ് ഉണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും ഒരിക്കലും അത് വിട്ട് പോയി മറ്റൊരു ഇതിനെപ്പറ്റി പറയാൻ പോലും പറ്റില്ല. ഇനി അതല്ലെങ്കിൽ കേസിലെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാവും. ഏതെങ്കിലും കേസുമായിട്ട് ഇപ്പം സമരം ചെയ്യാൻ ഞാനും പോയിട്ട് കുടുങ്ങിപ്പോയതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല. ഇവിടെ ഒറ്റപ്പാലത്ത് പിന്നെ ഇയാളുടെ സിദ്ദിഖിൻ്റെ ലൊക്കേഷനിൽ ബോഡി ഗാർഡ്, ആ സമയത്ത് ഈ മാക്ട ഫെഡറേഷൻ്റെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ മാക്ട ഫെഡറേഷനിൽ നിന്ന് എൻ്റെ വ്യക്തിപരമായത് എനിക്ക് വിനയനാണ്. എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിലൊരു ശക്തമായിട്ടുള്ളൊരു കേഡർ പാർട്ടിയെ പോലെ നമ്മളെ സംഘടന നയിക്കാൻ പറ്റിയ ആളെന്ന് ചിന്തിച്ചതുകൊണ്ട് ഞാൻ പുള്ളിയുടെ കൂടെ നിന്നാണ്. പക്ഷെ പുള്ളി ഇത് CPI കൊണ്ട് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നീടാണ് മനസ്സിലായത്. അപ്പം ഇവിടുന്ന് നമ്മൾ സമരത്തിന് വേണ്ടി പോകുന്നു. അപ്പം എല്ലാവരും വരണം, സമരമാണ്. എന്ത് സമരമെന്നൊന്നും ചോദിച്ചില്ല. ചെന്നപ്പോഴത്തേക്കും വണ്ടിയിൽ എല്ലാവരും കയറുകയാണ്. കയറി നമ്മൾ ടെമ്പോ ട്രാവലിൽ കയറിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ പോകുന്ന ഒറ്റപ്പാലത്തേക്കാണ് പോകുന്നത്. ഒറ്റപ്പാലത്ത് എന്താ, അവിടെ ഒരു സമരമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ദിലീപിൻ്റെ ലൊക്കേഷൻ, ബോഡി ഗാർഡ് ദിലീപ് വന്ന സമയം തൊട്ടേ ഞങ്ങളോട്ട് വളരെ അടുപ്പമാണ്.
എൻ്റെയും വൈഫിനൊക്കെ എപ്പോൾ കണ്ടാലും ഓടി വന്ന് നമ്മളോട് സംസാരിക്കുകയും ചേട്ടാന്നുള്ള വിളി ഇന്നും മനസ്സിൽ നിന്ന് പോയില്ല. അന്ന് ഈ സുനിലിൻ്റെ ഒരു പടത്തിലാണ് ആദ്യമായിട്ട് വരുന്നത്. ആ പടത്തിൽ ഡബ്ബി ഓരോ വാക്ക് ഡബ്ബി വിട്ട് ഓടി വന്ന് ചോദിക്കും, ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ, മോനെ നീ മൈക്ക് തിന്നരുത്. ദിലീപിനോട് പറഞ്ഞാണോ? ആ, മൈക്ക് തിന്നരുത്. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിഞ്ഞില്ലല്ലോ, ഈ സംഭവം ഒന്നും ഞാൻ കേട്ടില്ലല്ലോ. കേൾക്കണമല്ലോ. അപ്പൊ സുനിലിന്റെ എനിക്ക് പടത്തിന്റെ പേര് ഓർമ്മയില്ല. അതാണ് ഫസ്റ്റ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പടം. അല്ലല്ല, സല്ലാപം വന്നു അതിന് മുമ്പാണ് മെയിൻ ക്യാരക്ടർ. അപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. സുരേഷ് കപിൾ സ്റ്റൈലൊക്കെ അഭിനയിച്ച് കളിക്കുന്നുണ്ട്. അപ്പം ഈ മിമിക്രിക്കൊക്കെ എപ്പോഴും സ്വഭാവം ഉണ്ടല്ലോ, മൈക്ക് വളരെ എടുത്ത് വെച്ചല്ലോ. അപ്പം ഡയലോഗ് പറയുമ്പോൾ ഇതേപോലെ പോകുമ്പോഴത്തേക്കും സിനിമയിൽ അത് പറ്റില്ലല്ലോ. സിനിമയിൽ നമുക്കൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് മൈക്കിന് വെച്ച് പറയണമല്ലോ, അല്ലെ ബ്ലോ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഓരോ സമയത്തും മാറ്റിയെടുക്കുന്നത് ഇത് കാരണമാണ്. നമ്മൾ ഈ മൈക്ക് തിന്നരുത്. അത്രയും അടുപ്പമുള്ളതാണ് ദിലീപുമായിട്ട്. ആ ദിലീപിൻ്റെ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. പോകുന്ന രസം എന്താ, ഇവിടുന്ന് പോകുന്നു, കാക്കനാട് എവിടെയോ നിർത്തുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് നിന്ന് ഒരു പാർട്ടി ഓഫീസാണെന്ന് തോന്നുന്നു, കുറേ വടികൾ കയറ്റുന്നു വണ്ടിക്കകത്ത്. ദൈവമേ, വടിയെല്ലാം കയറ്റി വടിയൊക്കെ കുത്തി നിറയ്ക്കുന്നു, കുറേ കൊടിയും അതൊക്കെ ഉണ്ട് കയറുന്നു, കുറേ ആൾക്കാർ കയറുന്നു, തടിമാടന്മാർ കയറുന്നു, അത് കയറുന്നു. അപ്പം അതിൻ്റെ ലീഡർ എൻ്റെ അടുത്തിരിപ്പുണ്ട്, ആൾ പേര് പറയുന്നില്ല. പുള്ളിയോട് ഞാൻ ഇതൊക്കെ ആരാ, പിന്നെ ഇതൊക്കെ ഭയങ്കര കില്ലാടികളാ. ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ഒറ്റപ്പാലം സമരത്തിന് പോവില്ലേ, സമരത്തിന് പോലെ. ദൈവമേ, ഞാനിങ്ങനെ ആലോചിച്ച്, ദൈവമേ ഞാനിപ്പം ദിലീപേറ്റം കണ്ടാലാണ് എന്താ സഹിത്തേട്ടാന്ന് വെച്ചാൽ എന്ത് പറയും ഞാൻ. എന്നെനിക്ക് സഹിക്കാൻ വയ്യാതെ പോകുന്നത്. അപ്പോഴത്തേക്കും കറുത്ത കട്ടയായിട്ട് 2-3 പേര് കയറി ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും. അപ്പോഴേ കയറിയ ആൾക്കാരില്ലേ, വെട്ടൊന്ന് തുണ്ട് 2, വെട്ടൊന്ന് തുണ്ട് 2, വെട്ടും കൊല്ലും. ദൈവമേ, പോയി നമ്മൾ കുളപ്പുള്ളി എത്തി, ഷൊർണൂർ. അവിടെ ഒരു ബിവറേജിൻ്റെ അപ്പുറത്ത് കൊണ്ട് നിർത്തി. അമ്മമാർ 2 ഓടി ബിവറേജിലേക്ക് കുപ്പി വാങ്ങിക്കാൻ. അപ്പൊ ഇയാൾ പറയണത് തീർന്നു. എന്ത് പ്രശ്നമാ? എന്ത് വെള്ളടിച്ചോമാര്, ഇനി അവന്മാര് ചെയ്യുന്ന എന്താന്ന് പറയാൻ പറ്റില്ല. സജിത്തെ പലതും നടക്കും. ദൈവമേ, പിന്നെയും ഗ്യാസ് പോയി. അപ്പം അപ്പുറത്ത് ബൈജു കൊട്ടാരൊക്കെ ഇരുന്നിട്ട് ചാനലുകാരോട് സംസാരിക്കുന്നുണ്ട്. കരിയോയിൽ ഒഴിക്കും, മറ്റേതാക്കും, മറിച്ചതാക്കും. ഇതൊക്കെ ഒരു കരിയോയിലും അതിനകത്ത് വണ്ടിക്കകത്തില്ല. അപ്പം ചാനലുകാരൊക്കെ ഓടി വരും, എപ്പോഴാണ് ഒഴിക്കാൻ പോകുന്നത്, അതൊക്കെ കൃത്യം അവിടെ എത്തിയ സമയത്ത് ഒഴിക്കും നമ്മൾ. ഇതൊക്കെ പറഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ലോക്കൽ നേതാക്കന്മാർ ഇറങ്ങി വന്നിട്ട് നമ്മളവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സമാധാനം. പ്രശ്നം വെച്ചാൽ അവിടുത്തെ ലോക്കൽ ആൾക്കാരാ, ആ വീടുമായിട്ടൊക്കെ മനയാ, എന്തൊരു വലിയൊരു മനയത്. അപ്പോൾ അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന്. അങ്ങനെ അപ്പോൾ അത് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉന്നയിക്കാറുണ്ട്. അത് ഞങ്ങൾ എങ്കിലും വിളിക്കും, ഗേറ്റിൻ്റെ പുറത്ത് അകത്തോട്ട് കയറണം. അപ്പോഴെനിക്ക് സമാധാനമായി. അകത്തോട്ട് കയറിയാലല്ലേ ദിലീപ് കാണും, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിറ്റേ ദിവസം മമ്മൂട്ടിയുടെ ലൊക്കേഷനിൽ ആ സമരം, അത് പിന്നെ അറിയുന്നത്. അപ്പം അവിടെ എത്തിയപ്പോഴത്തെ എന്താണെന്നറിയോ, ഇവന്മാരില്ലേ, ഈ വെള്ളമടിച്ചവന്മാർ, അവന്മാർ ഗേറ്റ് മതിൽ ചാടി പോയി. അപ്പോഴത്തേക്കും എനിക്ക് വരേണ്ട സത്യവന്മാർ പോയി അവിടെ പോയി ദിലീപിനേറ്റം കുത്തിയ എന്ത് ചെയ്യും നമ്മൾ? കേസ് ആവില്ലേ? അവസാനം ഇവന്മാരെ കാണുന്നില്ല. ഇവന്മാരവിടെ പോയി ഇപ്പം ഷൂട്ടിൽ നിന്നും നമുക്ക് ന്യൂസ് കിട്ടും, നമുക്കിവിടെ പ്രശ്നമാവുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം ഇവിടെ പോലീസ് വരുന്നു, നമ്മളെയൊക്കെ വണ്ടി കയറ്റാൻ നോക്കുന്നു, ഇവന്മാരെ കാണുന്നില്ല. അവസാനം നമ്മുടെ ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നപ്പം ഇവന്മാർ പോയി ഇവന്മാർ ഷൂട്ടിങ് കണ്ടുകൊണ്ട് നിൽക്കുക. ഇവന്മാരവിടെ പോയി സുഖമായിട്ട് നയൻതാരയെ കണ്ട് രസിച്ച് നിൽക്കുക. ഇമാതിരി ബിൽഡപ്പ് കൊടുത്തിട്ടാ ആ കേസ് അവസാനം ഒതുക്കി തീർക്കാൻ എത്ര പാടുപെട്ടെന്നറിയോ. അത് അങ്ങനെ ആകപ്പാട് ഒരു രാഷ്ട്രീയ, അതോടെ ഞാൻ മതി. കാരണം എൻ്റെ രാഷ്ട്രീയം അതല്ല. അപ്പം നമ്മൾ അങ്ങനെ കാലക്രമേണ നമ്മളങ്ങനെ അതിലോട്ട് കൊണ്ടുപോയി കെട്ടുക എന്നുള്ള, അതങ്ങനെയാണല്ലോ ഓരോ സാഹചര്യം. ആ കേസിൽ കുടുങ്ങിയോണ്ട് ഒരു 3 വർഷം കേസുമായിട്ട് ഞാൻ നടന്നു ഈ ഒരു സമരം കൊണ്ട്. ഇതേപോലെ അസാധുവായി. പക്ഷെ എന്നാലും കേസ് ഗവൺമെന്റിലെ കേസ് കിടന്നത്, ആ കേസ് നടത്തി അവസാനം നമ്മൾ അവിടെ അവസാനം നമ്മൾ ഇത് പറഞ്ഞ് പെനാൽറ്റി കെട്ടിവെച്ചിട്ട് ഇറങ്ങേണ്ടി വന്നു. അതേപോലെ പല കേസുകളിലും, കൊലപാതകങ്ങളിലും അടിപിടി കേസുകളിലൊക്കെ ഇവിടെ പലരും പ്രതികളാണ്. അവരെയൊക്കെ സംരക്ഷിക്കുന്നത് ആരാ? ആ രാഷ്ട്രീയ പാർട്ടിയാ. അവരുടെ കൂടെ മാറാൻ പറ്റില്ല. അപ്പൊ ഒരിക്കലും അവർക്കെതിരായിട്ട് ഇവർ പറയാൻ പറ്റില്ല, വാക്ക് പോലും ശബ്ദിക്കില്ല. അതാണല്ലേ കാര്യം. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താണെന്നറിയോ, ഈ കൊല്ലും കൊലയൊക്കെ നടക്കുന്നില്ലേ, ഈ പാർട്ടിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന അവർ പറയും, അവർ ആജ്ഞാപിക്കും. ശരിക്കും ജനാധിപത്യ രാജ്യമാണെങ്കിൽ കൂടിയും ഇവർ പറയുന്നതിനനുസരിച്ചാണല്ലോ ഈ അണികൾ പ്രവർത്തിക്കുക. പക്ഷെ ഇങ്ങനെ
അവർ ചിലപ്പോ ഇവർക്ക് വേണ്ടി രക്തസാക്ഷിത്വം അണികള് മാത്രമേ പോവുള്ളൂ. നേതാക്കൾ പോയി കണ്ടിട്ടുണ്ട് എവിടെങ്കിലും? ഇല്ല. പക്ഷെ ഈ ഓരോ കുടുംബത്തിലും ഓരോ അംഗങ്ങൾ നഷ്ടമാവുന്നില്ലേ, അവരുടെ ആ ഒരു വിടവ് നികത്താനായിട്ട് ഇവർക്ക് പറ്റും. പിന്നെ ഞാൻ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവർ ചിന്തിക്കാത്തത്? അതാണ് അന്ധമായി പോയി വിശ്വാസം അത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്ന എവിടെയാ? രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നത് എവിടെയാ? പറ, സ്വന്തം നാട് പറ. കണ്ണൂര്. ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് പറ. എന്തുകൊണ്ടാണ് അതന്നെ ഇത്രയും ആ ഒരു എന്താ പറയാ രാഷ്ട്രീയ വികാരം അങ്ങനെ അവരുടെ ബ്ലഡിൽ പോലും ലയിച്ചുകൊണ്ട്? ആത്മാർത്ഥതയുള്ള ആൾക്കാര് കൂടുതലുള്ളത് കണ്ണൂരാ, മലബാർ സൈഡാ. ഞാൻ മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയല്ലോ കേട്ടോ. കാരണം അവരെ വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തും മരിക്കാനും തയ്യാറാണ്. മരിക്കാൻ ഇപ്പൊ ഈ ചാവേറിനെ ഒക്കെ ഉണ്ടാക്കുന്നില്ലേ ഈ പറയുന്ന തീവ്രവാദികൾ, അതേപോലെയാണ്. മരിച്ചാൽ അവർക്ക് പുണ്യം. അവരുടെ നാട്ടിൽ ഒരു എന്താ രക്തസാക്ഷി എന്റെ വീട്ടിലുണ്ടായി എന്നുള്ളത് ഒരു അങ്ങനെ നടക്കുക. പക്ഷേ ഈ അണികളെ മുതലെടുത്ത് ജീവിക്കുകയാണ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ചെയ്യുന്നത്. ഏതെങ്കിലും നേതാവ് ഏതെങ്കിലും സമരത്തിന് അവർ കാണൂലല്ലോ. ഈ അവിടെ സൈറം മുടങ്ങി ഇപ്പം വെള്ളമടിക്കാൻ ചീറ്റാൻ തുടങ്ങിയാൽ ഒറ്റ നേതാവിനെ കാണൂല. അവരൊക്കെ പോയിട്ടുണ്ടാവും. എല്ലാം ഈ അണികൾ കിടന്നിട്ട് അടി കൊള്ളണം. ഞാൻ ഈ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുന്നത്, എന്തുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കാത്ത? അതങ്ങനെ അത് വെച്ചിട്ട് മുതലെടുക്കുന്നതാ. അതുപോലെ തന്നെ ഈ എല്ലാം പറഞ്ഞു, ഓരോ പ്രസ്ഥാനത്തിലും ജീവിക്കുന്ന അവരൊക്കെ ഈ പറയുന്ന അവരുടെ മക്കളൊക്കെ എവിടെയാ പഠിക്കുന്നത്? എല്ലാം വിദേശത്തും. എല്ലാം സാമ്പത്തികമായിട്ടൊക്കെ വെൽ സെറ്റിൽഡ് ആണ്. ഈ പാവം ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വേണമെങ്കിൽ ഒരു സമരത്തിന് പോയാലും ഒരു ജാതിക്ക് പോയാലും കിട്ടുന്ന പൈസ കൊണ്ടാണ് ഒരു വീട്ടിലെ അന്ന് ഭക്ഷണം വെക്കുന്നതെന്ന് ആ രീതിയിലേക്കാണ് ഇന്ന് പോകുന്നത്. അവരെ വെച്ചിട്ടാണ് ഈ സംഘടന നടക്കുന്നത്. അതിനൊരു മാറ്റം എന്ന് വരുന്നോ ഈ ചെറുപ്പക്കാർക്ക്? അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ജോലി വേണ്ട. ഇങ്ങനെ ഓരോ ജാതിക്ക് പോയിട്ട് അവർ തരുന്ന ബിരിയാണിയും കിട്ടുന്ന 150 രൂപ 200 രൂപയൊക്കെ വെച്ചിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയാണ് ഈ പല വഴികളിലേക്കും ഈ എന്താ പറയാ പല റാക്കറ്റുകളിലേക്കൊക്കെ ഇവർ പോകാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇപ്പം സുരേഷ് ഗോപിയുടെ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കും. യാതൊരു വിഷമമില്ല. കാരണം സുരേഷ് ഗോപിയെ വളരെ അടുത്തറിയുന്ന ആളും അയാളുടെ സ്നേഹം ഇതും പല കാരുണ്യ പ്രവർത്തനങ്ങളും നേരിട്ട് അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പറയാം. സുരേഷ് ഗോപി പറയുന്ന പല കാര്യങ്ങളുടെയും പകുതി വെട്ടിയെടുത്തിട്ടാണ് വിവാദം ഉണ്ടാക്കുന്നത്. അതുപോലെ ഇപ്പം ബ്രാഹ്മണനാകണമെന്ന് പറഞ്ഞ എന്താണ്? ബ്രാഹ്മണനായി അയ്യപ്പന്റെ ശ്രീകോവിലെത്തുന്ന അയ്യപ്പനെ പൂജിക്കണം, പാദസേവ ചെയ്യണം എന്ന് പറഞ്ഞത് അത് മാത്രമേ. അതിൽ ബ്രാഹ്മണനാണെന്ന് മാത്രം വെട്ടിയെടുത്തു. പിന്നെ പിന്നോക്ക സമുദായങ്ങളെ നയിക്കേണ്ടത് ഉന്നത കുലജാതനാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ആശയം വെച്ചാണ്. അതേപോലെ മുന്നോക്ക സമുദായത്തെ നയിക്കേണ്ടത് പിന്നോക്കക്കാരനാണെന്ന് പറഞ്ഞത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞൊരു സോഷ്യലിസം എന്നുള്ളത് മാറ്റിയിട്ട് ഒരു ഫ്യൂഡലിസ്റ്റ് ചിന്താഗതിയാക്കി മാറ്റി. അതേപോലെ വിദേശത്ത് കിടക്കുന്ന പണം കൊണ്ടുവന്നാല് ഓരോ വ്യക്തിയുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപയുടെ പൈസ വിദേശത്തുണ്ട് എന്ന് പറഞ്ഞത് അത് ഇടുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ പട്ടിയെ പേപ്പട്ടിയാക്കി, ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ നടന്ന് നമ്മൾ കണ്ടതല്ലേ. ഇതൊക്കെ പക്ഷെ എന്താ ഇവരൊക്കെ ചെയ്യുമ്പോൾ വിചാരിക്കുന്ന ഈ നമ്മളെപ്പോലുള്ള ജനങ്ങൾ വിഡ്ഢികളാന്ന് വിചാരിക്കുകയാണ്. എല്ലാം അറിയുന്നതല്ലേ. ഇപ്പം ആരായാലും ശരി. ഇപ്പം പിണറായി വിജയനെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട്, എത്ര സത്യമുണ്ട് എന്നൊക്കെ മകളുടെ കേസ് പറയുന്നത് മതി. ഞാൻ ആലോചിക്കുന്നത് അറിയോ, ഇത്രയും ടെൻഷനിൽ എങ്ങനെയാണ് പുള്ളി സമചിത്തതയോടെ ഇത് ഭരിക്കുന്നതെന്നാണ്. അപ്പൊ നമുക്ക് ഇത്രയും ചെറിയ ഇഷ്യൂടെ നമുക്ക് നമ്മളെ തലയുടെ പകുതി ബ്ലറാകുന്നു, കണ്ണ് കാണുന്നില്ല, തലവിറ്റി വീഴുന്നു, ഉടനെ വീട്ടിലേക്ക് പോകുന്നു. അവിടുത്തെ ഡോക്ടറെ ചികിത്സിച്ചാലേ അസുഖം മാറുള്ളൂ. പക്ഷേ അപ്പം നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്താണ്? അതാ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ്. അപ്പം എന്തായാലും ആർജിയായിട്ട് തിരഞ്ഞെടുത്ത മേഖല നല്ല മേഖലയാണ്. പക്ഷെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യേണ്ടി വരും എന്നുള്ളത് പൂർണ്ണ ബോധ്യം ഉണ്ടാവില്ല. ഞാൻ അതിന് ആരെയോ അങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ലല്ലോ. എനിക്ക് ശരി എന്താണ് എന്ന് തോന്നുന്നു അത് ശരിയായിക്കോളൊന്നുമില്ല. എനിക്ക് ശരി എന്താണെന്ന് തോന്നുന്നത് അങ്ങ് ശരിയായിക്കോളൊന്നുമില്ല. അപ്പൊ അതിൽ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കുകയും വേണം. അതെ, പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം വെച്ചാല് കോൺട്രവേഴ്സിയാണ് എപ്പോഴും. ഇപ്പൊ ഇത് തന്നെ അധീനെ വളരെ സത്യസന്ധമായി നടത്തിയ ഒരു ഇന്റർവ്യൂ, അതിലെ ഒരു പീസ് എടുത്തിട്ട് അധീനയ്ക്ക് പോലും തോന്നാത്ത ഒരു കോൺട്രവേഴ്സിയിലേക്ക് സാധനം കൊണ്ടുവന്നതാണ്. അപ്പൊ അത്രയും സൂക്ഷിക്കേണ്ട മേഖലയാണെന്ന് ഞാൻ പറഞ്ഞു. ഒരൊറ്റ വാക്കുകൊണ്ട് അത് വളച്ചൊടിച്ചു. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട മേഖലയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ധാരണ വേണമെന്നുള്ളൂ. അപ്പം ടീച്ചർ ഉദ്യോഗം ഇനി വേണ്ടെന്നാണോ? ഞാൻ
ഇവിടേക്ക് പറിച്ചു നട്ടല്ല തന്നെ. കാരണം ഞാൻ സ്വപ്നം കണ്ട ഒരു മേഖല ഇതാണ്. സാധാരണഗതി ടീച്ചർമാർക്ക് ഒരു ധാരണകളെന്ന് അറിയോ, ലോകത്തിലേക്ക് വെച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് ഞങ്ങളാണ് അറിവ് ദാനം ചെയ്യുന്നവര്, അറിവ് പ്രദാനം ചെയ്യുന്നവര്, ചിന്താഗതിയുള്ള നമ്മളാണ് അറിവ് ഉൽപ്പാദിപ്പിക്കുന്നവർ. ആ ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഇങ്ങനെ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറെ മേഖലയിലേക്ക് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ അല്ല ഞാൻ. എനിക്കിഷ്ടമുള്ള മേഖലയാണ് ശരിക്കും. ടീച്ചിങ് പ്രൊഫഷൻ എനിക്കിഷ്ടമാണ്. പക്ഷെ എന്തുകൊണ്ടോ ഏതോ ഒരു നിമിഷത്തിൽ എൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു മോഹം ഇങ്ങനെ ഉണ്ടായിപ്പോയി. പിന്നെ അതിങ്ങനെ വളർന്ന് പന്തലിച്ചു. ഞാൻ ഇവിടെ എത്തി. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതായത് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, അതായത് കണ്ണ് തുറന്നുകൊണ്ട് നമ്മൾ സ്വപ്നം കാണും, ആ സ്വപ്നം നിറവേറ്റാനായിട്ട് നമ്മൾ അക്ഷീണം പരിശ്രമിക്കുകയും വേണം. അതേപോലെ ആൽക്കമിസ്റ്റിൽ പൗലോ കോലോ പറഞ്ഞ ഒരു വാചകം കൂടി ഉണ്ട്. നമ്മൾ അത്രമേൽ ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായിട്ടാണ് നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സകല ലോകവും ഈ പ്രകൃതി പോലും നമ്മുടെ ആ സ്വപ്നം സംഭവ്യമാകാനായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്നു. ശരിയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. നമ്മള് അന്ധമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ദൈവം നടത്തി തരുന്ന പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇല്ല. നമുക്ക് എന്താ പരീക്ഷ പാസ്സാകണമെങ്കിൽ ദൈവത്തിൽ വിദ്യാമുട്ട് കാണാൻ വിദ്യാമുട്ട് നടത്താൻ നമുക്ക് ജയിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പരിശ്രമിക്കണം. അപ്പം വെറുതെ നമുക്കൊരു ധൈര്യം, നമ്മളത് ചെയ്തിട്ടുണ്ട്, കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം. നമ്മൾ പരിശ്രമിക്കാതെ നടക്കില്ല. പരിശ്രമിച്ചാൽ മാത്രമേ വിജയം ഉണ്ടാവും. അതാണ് അതിന്റെ അടിസ്ഥാനം. തീർച്ചയായിട്ടും. എന്തായാലും എല്ലാ ആശംസകളും. ഒരുപാട് അദീന പറയുന്നവരെ അദീന ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. എനിക്കറിയാം അദീനയുടെ പിന്നെ ഭാവി വളരെ ഉയർന്ന നിലയിലേക്ക് എത്തുമെന്നുള്ള ഒരു സംശയമില്ല. കാരണം ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ തന്നെ അയാളെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള വിലയിരുത്തലോടുകൂടിയാണ് പോകുന്നത്. അപ്പോൾ ദയാബായിയുടെ അടുത്ത് പോയപ്പോൾ തന്നെ ദയാബായി തന്നെ പറഞ്ഞല്ലോ, ഞാൻ പോലും മറന്നുപോയ കാര്യങ്ങൾ മോളെന്നെ ഓർമ്മിപ്പിച്ചു. അതുപോലെ സിസ്റ്റർ ജസ്മീൻ്റെ അടുത്ത് പോയപ്പോഴും അപ്പം പലയിടത്ത് പോകുമ്പോഴും ഏക്കാത്തത് മൈത്രേൻ്റെ അടുത്തൊക്കെ മാത്രമേ. പക്ഷെ മൈത്രേനെ ഞാൻ ചിരിപ്പിച്ചു. അതുപോലെ വേറൊരു വില്ലപ്പൊന്നല്ലേ ഇവിടെ, നാഗാർജുന കഞ്ചാവ്. ഞാനൊന്ന് പതറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്റെ മുന്നിൽ ഇന്റർവ്യൂവിന്റെ അവസാനം നമ്മൾ റീലാക്കിയിട്ടുണ്ട്. എനിക്ക് മുഴുവൻ ട്രോളല്ലേ കിട്ടിയത്. ആരോടാ മുട്ടുന്നത്? അല്ല, അങ്ങനെ പലരെയും ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ റേറ്റിംഗ് കൂട്ടാനാണെങ്കിൽ ആറാട്ടണ്ണനെയും നമുക്കങ്ങനെ എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്യാലോ അല്ലെ. അവരുടെ ഒരു ജസ്റ്റ് ഒരു പിന്നെ ഷോർട്സ് വരുമ്പോ തന്നെ ഒരുപാട് വ്യൂസ് ആണ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോഴും രാഷ്ട്രീയവും നമുക്കില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ടീമല്ല ഈ മീഡിയ ഭാരത് എന്ന് പറയുന്നത്. അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയെയും വിമർശിക്കാൻ പറ്റുന്ന ചങ്കൂറ്റം ഉണ്ടാവണം ഇങ്ങനത്തെ ഒരു ചാനൽ നടത്തുമ്പോൾ, ഒരു യൂട്യൂബ് ചാനൽ നടത്തുമ്പോൾ ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഭാഗത്തോട്ട് മാത്രം ചാഞ്ഞുകൊണ്ട് മാത്രം പോകുമ്പം മറ്റുള്ളവർ നമ്മളെ വിമർശിക്കും. അങ്ങനെ ഒരു അവസരം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും നമുക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാറ്റാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊന്നുമില്ല. എന്നാലും ഒരുപാട് നന്ദി. നമസ്കാരം.